നമസ്കാരം, ബോസ്വാല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് വളരെ പ്രചാരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമുമായിട്ടാണ്. നമുക്കറിയാം, ബോസ്വാല മലയാളത്തിന്റെ മറ്റു വീഡിയോകൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പോസ്റ്റ് ഓഫീസ് സ്കീമുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കമന്റ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത് സുകന്യ സമൃദ്ധി യോജനയെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുമോ എന്നതിനെ കുറിച്ചിട്ടാണ്. സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഓഫീസ് പദ്ധതി വളരെയധികം പ്രചാരത്തിലുള്ള, ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ഉപയോഗിക്കുന്ന, വളരെ മികച്ച റിട്ടേൺസ് തരുന്ന, വളരെ മികച്ച പലിശ നിരക്ക് തരുന്ന ഒരു പോസ്റ്റ് ഓഫീസ് സ്കീമുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ പോവുകയാണ്. ഈ സ്കീമിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വളരെ മികച്ച ഒരു റിട്ടേൺസ്, അതുപോലെ തന്നെ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വൺസ് അഗൈൻ വെൽക്കം ടു ബോസ്വാല മലയാളം. വീടുകളിലെ പെൺകുട്ടികൾക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നൽകുക, അവരുടെ ഭാവി സാമ്പത്തികമായി സുരക്ഷിതമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സുകന്യ സമൃദ്ധി, അതായത് പെൺകുട്ടികളുടെ സമൃദ്ധിക്കായി അവരുടെ ഫ്യൂച്ചർ സെക്യൂർഡ് ആക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സ്കീമാണ് ഇത്. 10 അതിൽ താഴെയോ പ്രായമുള്ള പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു സ്കീമിൽ പങ്കാളികളാവാൻ സാധ്യമാകുന്നത്. ഇത് ആൺകുട്ടികൾക്ക് ബാധകമല്ല, അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ആളുകൾക്കും ഇത് ബാധകമല്ല. പെൺകുട്ടികൾക്ക് 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ സുകന്യ സമൃദ്ധി യോജനയിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സംശയമുണ്ടാകും, കുട്ടികൾക്ക് എങ്ങനെയാണ് അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്നത് എന്ന്. കുട്ടികളല്ല, അവരുടെ മാതാപിതാക്കളാണ് ഇവർക്ക് വേണ്ടി അക്കൗണ്ട് എടുക്കുന്നത്. പക്ഷേ കുട്ടിയുടെ പേരിൽ മാത്രമേ നമുക്ക് പണം നിക്ഷേപിക്കാൻ സാധ്യമാവുകയുള്ളൂ. 2015 സ്ഥാപിതമായ സുകന്യ സമൃദ്ധി യോജനയിൽ ഇന്ന് 10 വയസ്സിൽ താഴെയുള്ള 4,10,00,000 അക്കൗണ്ടുകളാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത്. വരൂ നമുക്ക് നോക്കാം എങ്ങനെയാണ് നിങ്ങളുടെ പെൺകുട്ടികൾക്ക് സുകന്യ സമൃദ്ധി യോജന പ്രകാരം ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന്. 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കോ അതല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയ ഗാർഡിയനോ മാത്രമേ സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ തുറക്കാൻ സാധ്യമാവുകയുള്ളൂ. പോസ്റ്റ് ഓഫീസുകളിലും അതുപോലെ തന്നെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ബാങ്കുകളിലുമാണ് സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് തുറക്കാൻ സാധ്യമാകുന്നത്. ഈ അക്കൗണ്ടിലേക്ക്, സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ടിലേക്ക് അടക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുക എന്ന് പറയുന്നത് പ്രതിവർഷം 250 രൂപയും ഒരു വർഷം അടക്കാൻ പറ്റുന്ന ഏറ്റവും കൂടിയ തുക എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയുമാണ്. സുകന്യ സമൃദ്ധി യോജനയുടെ ഇൻവെസ്റ്റ്മെന്റ് മെച്യൂരിറ്റി കാലയളവ് എന്ന് പറയുന്നത് 15 വർഷമാണ്. അക്കൗണ്ട് തുറക്കുന്ന ഡേറ്റ് തൊട്ട് 15 വർഷം വരെയാണ് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ട് തുറക്കുന്ന ഡേറ്റ് തൊട്ട് കുട്ടിക്ക് 21 വയസ്സാവുന്നവരെയുള്ള കാലയളവായിരിക്കും ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. സുകന്യ സമൃദ്ധി യോജനയുടെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പലിശ നിരക്ക് അഥവാ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 8.2%. അതുകൂടാതെ ഗവൺമെന്റ് എല്ലാ 3 മാസവും ഈ പലിശ നിരക്ക് റിവൈസ് ചെയ്യുന്നു. ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 80C പ്രകാരം ടാക്സ് എക്സംഷനും സുകന്യ സമൃദ്ധി യോജനയിൽ നിന്നും ലഭിക്കും. 1.5 ലക്ഷം വരെയുള്ള ഇൻവെസ്റ്റ്മെന്റുകൾക്കാണ് ടാക്സ് എക്സംഷൻ ലഭിക്കുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിക്കുന്ന ഇൻട്രസ്റ്റ് എമൗണ്ടിന് പലിശ തുക എത്രയാണോ നിങ്ങൾക്ക് ആകെ ലഭിക്കുന്നത് അതിൽ യാതൊരു വിധത്തിലുള്ള ടാക്സും നമ്മൾ അടക്കേണ്ടതായിട്ടില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള ടാക്സും നിങ്ങൾ കൊടുക്കേണ്ടാത്ത ഒരു സ്കീമാണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന. നമുക്കറിയാം, ധാരാളം ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ ഇന്ന് നിലവിലുണ്ട്. അത് സർക്കാരിനേതാണെങ്കിലും സർക്കാർ ഇതര ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണെങ്കിലും ധാരാളം ഇൻവെസ്റ്റ്മെന്റ് സ്കീംസ് ഇന്ന് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ പലിശ ലഭിക്കുന്ന, ഏറ്റവും കൂടുതൽ പലിശ നിരക്ക് അഥവാ ഇൻട്രസ്റ്റ് റേറ്റ് ലഭിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതി, വളരെ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് 100% റിട്ടേൺ ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. ഈ യോജനയുടെ മറ്റു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ PPF, പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, കിസാൻ വികാസ് പത്ര എന്നീ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളെക്കാളും കമ്പാരിറ്റീവ്ലി താരതമ്യേന കൂടിയ പലിശ നിരക്കാണ് സുകന്യ സമൃദ്ധി യോജനയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പെൺകുട്ടിക്ക് ലഭിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ 100% ഗ്യാരണ്ടി നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ അടക്കുന്ന പണം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സേഫ് ആൻഡ് സെക്യൂർഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ടെൻഷനും നിങ്ങൾക്ക് ഉണ്ടാവേണ്ട യാതൊരു ആവശ്യവുമില്ല. 100% റിട്ടേൺ ഗ്യാരണ്ടീഡ്, അതുപോലെ തന്നെ 100% സെക്യൂരിറ്റിയും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സ്കീമിന്റെ മറ്റു ചില പ്രത്യേകതകളിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. പാർഷ്യൽ വിഡ്രോവൽ, അതായത് നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിനിടയിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വിഡ്രോ ചെയ്യണമെന്ന് തോന്നിയാൽ അതിന് സാധ്യമാണോ? തീർച്ചയായും അതെ. പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞാൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി സുകന്യ സമൃദ്ധി യോജനയിൽ നിന്നും 50% വരെ വിഡ്രോ ചെയ്യാൻ സാധ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ നാട്ടിലേക്കുള്ള പോസ്റ്റ് ഓഫീസിലേക്കോ ബാങ്കിലേക്കോ സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യമാണ്. യു ഹേർഡ് ഇറ്റ് റൈറ്റ്, ഈ അക്കൗണ്ട് ട്രാൻസ്ഫറബിൾ ആണ്.
സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ടിലെ ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് തുകയായ പ്രതിവർഷം 250 രൂപ നിങ്ങൾക്ക് അടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആകും. ഇനി അഥവാ ഡീആക്ടിവേറ്റ് ആയിപ്പോയി പക്ഷെ നിങ്ങൾക്കത് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യണം എന്നാണെങ്കിൽ ഈ 250 രൂപയ്ക്കൊപ്പം ഒരു 50 രൂപ എക്സ്ട്രാ ഒരു പെനാൽറ്റി ആയി അടക്കുന്ന സമയത്ത് തിരിച്ച് വീണ്ടും ഈ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാനും സാധ്യമാണ്. അക്കൗണ്ട് പ്രീമച്യൂർലി ക്ലോസ് ചെയ്യാനും സാധ്യമാണ്. അതായത് അക്കൗണ്ട് ഹോൾഡർ അല്ലെങ്കിൽ അക്കൗണ്ട് ഹോൾഡറിന്റെ മാതാപിതാക്കളോ ആരെങ്കിലും മരിച്ചു പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ പെൺകുട്ടി നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻ ആയി മാറുകയാണെങ്കിൽ അക്കൗണ്ട് പ്രീമച്യൂർ ആയി വിഡ്രോ ചെയ്യാൻ സാധ്യമാണ്. പെൺകുട്ടിക്ക് 18 വയസ്സ് ആയി കഴിഞ്ഞാൽ ഈ അക്കൗണ്ടിന്റെ ഉടമസ്ഥാവകാശം പാരന്റ്സിൽ നിന്നും പെൺകുട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. പെൺകുട്ടിക്ക് പൂർണ്ണമായും ഈ അക്കൗണ്ടിൽ അധികാരമുണ്ടായിരിക്കും. ഇനി ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മൾ സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ടിൽ പ്രതിവർഷം ഇത്ര എമൗണ്ട് ലഭിച്ചാൽ അത് മെച്യൂരിറ്റി എമൗണ്ട് ആകുമ്പോഴേക്കും എത്ര കിട്ടും എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് ഒരു ടേബിളിലൂടെ മനസ്സിലാക്കാം. സുകന്യ സമൃദ്ധി യോജന ഹൗ മച്ച് വിൽ യു ഏൺ ഇഫ് യു ഇൻവെസ്റ്റ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും നിങ്ങൾക്ക് റിട്ടേൺ ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 8.2% ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ പ്രതിവർഷം 1.5 ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ 15 വർഷമാകുമ്പോഴേക്കും ആകെ നിക്ഷേപ തുക എന്ന് പറയുന്നത് 22.5 ലക്ഷമായിരിക്കും. അതായത് 22,50,000 രൂപയായിരിക്കും. നിങ്ങൾക്ക് പലിശ ഇനത്തിൽ മാത്രം ലഭിക്കുന്ന തുക 46,77,000 രൂപയായിരിക്കും. 21 വയസ്സിലുണ്ടാകുന്ന മെച്യൂരിറ്റി എമൗണ്ട് എന്ന് പറയുന്നത് 69,27,000 രൂപയായിരിക്കും. അതുപോലെ പ്രതിവർഷം നിങ്ങൾ 1.5 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നില്ല, പകരം 1 ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ 15 വർഷത്തേക്ക് 15 ലക്ഷം രൂപയാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നത്. പലിശ ഇനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 31,18,000 രൂപയായിരിക്കും. ആകെ ലഭിക്കുന്നത് 21 വയസ്സിൽ മെച്യൂരിറ്റി എമൗണ്ട് ആയി ലഭിക്കുന്നത് 46,18,000 രൂപയായിരിക്കും. പ്രതിവർഷം നിക്ഷേപിക്കുന്നത് 75,000 രൂപയാണെങ്കിൽ 11,25,000 രൂപയാണ് പ്രതിവർഷം നിക്ഷേപിക്കുന്നത്. 23,38,000 രൂപ പലിശ ഇനത്തിൽ ലഭിക്കുന്നു. മൊത്തം മെച്യൂരിറ്റി എമൗണ്ട് ആയി ലഭിക്കുന്നത് 34,63,000 രൂപയായിരിക്കും. ഇനി അഥവാ പ്രതിവർഷം 50,000 രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ 7.5 ലക്ഷം രൂപയാണ് നിങ്ങൾ 15 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നത്. 15,59,000 രൂപ പലിശ ഇനത്തിൽ മാത്രം ലഭിക്കുന്നു. ടോട്ടൽ മെച്യൂരിറ്റി എമൗണ്ട് ആയി 23,09,000 രൂപ ലഭിക്കുന്നു. ഇനി 25,000 രൂപയാണ് നിങ്ങൾ പ്രതിവർഷം നിക്ഷേപിക്കുന്നതെങ്കിൽ 3,75,000 രൂപയായിരിക്കും 15 വർഷത്തിലേക്ക് നിങ്ങൾ ആകെ നിക്ഷേപിക്കുന്ന തുക. 7,79,000 രൂപ നിങ്ങൾക്ക് പലിശ ഇനത്തിൽ മാത്രം ലഭിക്കുന്നു. ടോട്ടൽ നിങ്ങൾക്ക് ലഭിക്കുന്ന തുക പലിശയും മുതലും അടക്കം 11,54,000 രൂപയായിരിക്കും. ഈ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ നിരക്കിലാണ്. 8.2% എന്ന ഇൻട്രസ്റ്റ് റേറ്റിന്റെ നിരക്കിലാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗവൺമെന്റ് എല്ലാ 3 മാസം കൂടുന്തോറും ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരുത്താറുണ്ട്. സോ അതിന് കണക്കായിട്ട് ഈ തുകയും മാറിയേക്കാം. സോ വീഡിയോയുടെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് ഏറ്റവും മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ്. പോസ്റ്റ് ഓഫീസിന്റെ മറ്റ് ഏത് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളെക്കാളും വളരെ മികച്ച റിട്ടേൺസ് തരുന്ന, മികച്ച പലിശ നിരക്ക് തരുന്ന ഒരു സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന. ഗവൺമെന്റ് തരുന്ന 100% ഗ്യാരണ്ടി, അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള ടാക്സും നിങ്ങൾ അടക്കേണ്ടതില്ല. അതും സുകന്യ സമൃദ്ധി യോജനയുടെ വളരെ വലിയ ഒരു പ്രത്യേകതയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇക്വിറ്റി ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റുകളായ സ്റ്റോക്ക് മാർക്കറ്റ് പോലെയും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പോലെയുമുള്ള ഹൈ റിട്ടേൺസ് നിങ്ങൾക്ക് ഇതിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. റിസ്ക് എലമെന്റ് കുറവായതുകൊണ്ട് തന്നെ ഇക്വിറ്റി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള റിസ്ക് കുറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ റിസ്ക് കൂടിയ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിനേക്കാളും റിട്ടേൺ കുറവായിരിക്കും സുകന്യ സമൃദ്ധി യോജനയ്ക്ക്. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് ബോസ്വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബോസ്വാല, ബി ദ ബോസ്.